റിസൾട്ട് വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ചുള്ള തർക്കം എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അതിരൂക്ഷമായി ഈ ചാനലുകളിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഈ തർക്കം കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഇങ്ങനെയൊരു തർക്കം വരുമെന്ന് നേരത്തെ മുതൽ തന്നെ പ്രചരണം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിൻ്റെ ഒരു പതിവ് രീതിയാണെങ്കിലും ഇത്തവണ ഇത്ര വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കത്തക്ക നിലയിലാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു വലിയ അവഹേളനമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു നേതാവിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് അല്ലെ ആ നേതാവിന് വേണ്ടി നമുക്കിപ്പോൾ സാധാരണ അണികളോ പ്രവർത്തകരോ ചാനലുകളിലോ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ആവശ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ വളരെ ഉത്തരവാദിത്തപ്പെട്ട പല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകൾ വരെ, ചിലപ്പോൾ നാളെ അവർ വിജയിച്ച MLA-മാരാകേണ്ടവരാണ്, അവർ വരെ ഇതിൽ കക്ഷി ചേർന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്നുള്ളത് ഇവർക്കൊക്കെ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വലിയ അവഹേളനമാണ്. സാധാരണ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി നേതാവിൻ്റെ, കോൺഗ്രസിൻ്റെ ഒരു KPC പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ KPCCയുടെയോ ഒരു ഭാരവാഹിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം. പക്ഷേ ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്ത് ഒരിക്കലും ഇവർ വിജയിക്കില്ല. കോൺഗ്രസിനോട്ട് ഇവിടെ അവർക്ക് ഭരണത്തിനുള്ള ഭൂരിപക്ഷം കിട്ടുകയുമില്ല. ഇത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിനോട് അനുഭാവമില്ലാത്ത അല്ലെങ്കിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് പേർ വോട്ട് ചെയ്തിട്ടാണ് ജയിക്കുന്നത്, കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ താല്പര്യം എന്താണ് എന്നുകൂടി ചിന്തിക്കാൻ കോൺഗ്രസിനും അതിൻ്റെ ഹൈക്കമാൻഡിനും ഒക്കെ ബാധ്യതയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, 5 വർഷം മുമ്പ് കോൺഗ്രസിൻ്റെ ഒരവസ്ഥ 2021 അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പകരമായി ശ്രീ VD സതീശനെ നിയമിക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും കേരളത്തിലെ UDFൻ്റെയും അവസ്ഥ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിൻ്റെ UDFൻ്റെ അടിത്തറ തന്നെ അന്ന് ആകെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. കേരളത്തിൽ UDFും LDFും ബലാബലം നോക്കിയിരുന്ന പ്രധാന കക്ഷികളായിരുന്നെങ്കിൽ തന്നെയും 2016 ശേഷം കോൺഗ്രസിൻ്റെ UDFൻ്റെയും അടിത്തറ വല്ലാതെ തകർന്നിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആണ് പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ വെച്ച് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ അതിശക്തമായി ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്തി 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വരികയും പുതിയ ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യത്തിൽ VD സതീശനാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകാൻ വഴിയില്ല. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇനിയൊരു അവസരം ലഭിച്ചാൽ ഇതിൻ്റെ ക്രെഡിറ്റ് VD സതീശന് അവകാശപ്പെട്ടതാണെന്ന് സാധാരണക്കാർ പറയാനുള്ള ഒരു കാരണമാണ്. അതാണ് ഇവിടെ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നവർ ആരായാലും ശ്രീ രമേശ് ചെന്നിത്തല വളരെ പരിചയസമ്പന്നനായ, വളരെ പാരമ്പര്യമുള്ള നേതാവാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയപ്പെട്ട ഒരാളും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളും പിന്നീട് പ്രതിപക്ഷ നേതാവായിരുന്ന ആളും ദീർഘകാലം KPCC നയിച്ച ഒരാളും ഒക്കെയാണ് അദ്ദേഹം. അതിനും അദ്ദേഹത്തിന് അർഹതയുണ്ടുള്ള കാര്യത്തിലൊന്നും ഒരു യോഗ്യതയുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല. പിന്നെ മറ്റൊരാൾ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന് കോൺഗ്രസിൻ്റെ
ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് 10 വർഷമെങ്കിലുമായിട്ട് AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അവിടെ AICC പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ മൂന്നാമൻ എന്ന നിലയിൽ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കെമിസ്ട്രി, അവർ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ആണ്. ലോകസഭയിലാണേലും നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ നിലയിൽ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ നോക്കാനാണ്. അഥവാ അദ്ദേഹത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഈ 5 വർഷം മുമ്പ് VD സതീശനെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി നിയമിക്കുന്ന സമയത്ത് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കപ്പെടുമായിരുന്നു. രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട് അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി വരണമായിരുന്നു. എങ്കിൽ അദ്ദേഹത്തിന് 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് UDFനെ കരകയറ്റി കൊണ്ടുവന്ന പോലെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് വരുന്നതിൽ ഒരു തർക്കവും ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പല അഭിമുഖങ്ങളിലും KC വേണുഗോപാൽ പറഞ്ഞത് തനിക്ക് അങ്ങനെയുള്ള ഒരു അധികാര താല്പര്യങ്ങളുമില്ല, മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല എന്നൊക്കെ ആണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഇപ്പോൾ UDF ഇവിടെ വിജയിക്കും എന്ന ഒരു സാഹചര്യം, ഒരു പ്രതീതി വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം KC വേണുഗോപാലിൻ്റെയും പേരും ഉന്നയിച്ച് ഒരുപിടി ആളുകൾ അദ്ദേഹം യോഗ്യനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതിനുള്ള അർഹത ആർക്ക് എന്ന കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്കും സാധാരണ പാർട്ടി പ്രവർത്തകർക്കും പൊതു സമൂഹത്തിലുള്ളവർക്കും ഒരു തർക്കവും ഉണ്ടാകാൻ വഴിയില്ല. അവരെല്ലാം കരുതുന്നത് അതിനുള്ള ഒരു അർഹത ഈ 5 വർഷം പണിയെടുത്ത, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ച് സർക്കാരിൻ്റെ ശക്തമായ എതിർപ്പിനെ നേരിട്ട് നിന്ന പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകണം എന്നാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നതും കരുതുന്നതും.